ചേട്ടാ പ്ലീസ് ചേട്ടാ വലിക്കല്ലേ ചേട്ടാ, കുറച്ച് കൊണ്ടുവരണം, നല്ലതല്ലല്ലോ എന്നൊക്കെ. ഞാൻ ആ സമയത്തൊന്നും ഒട്ടും ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് ലിറ്റിലി കൺസേൺ. അയ്യോ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ തന്നെ സ്മോക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കഥ ഞാൻ പിന്നെ പറയാം. അപ്പം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, രണ്ടാമത്തെ പോയിന്റും വാസ് റെഡി. പിന്നെ ഐ വാസ് അബൌട്ട് ടു ടെൽ ഹിം ഞാൻ എന്റെ ചേച്ചിയുടെ ആദ്യത്തെ പെണ്ണ് കാണല് രാജേഷ് ചേട്ടനായിരുന്നു. ആദ്യത്തെ അവസാനത്തെ എന്നെ കണ്ടോണ്ട് എണീറ്റു. ഒരു സ്ത്രീ റൂമിലേക്ക് വരുമ്പം അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ട്, അതും പണ്ടൊക്കെ നമ്മളെ ആ കാലത്ത് സോ റെസ്പെക്ട്ഫുൾ, അത് പറയാതെ പറ്റൂല. കാണാൻ പോകുന്നതിന് 2 ദിവസം മുമ്പെയാണ് മമ്മി സ്ത്രീ സീരിയൽ കാണിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടീനെയാണ് കാണാൻ. അപ്പൊ ആ സീൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ, ഏത് സീനാ കണ്ടേന്ന് പറഞ്ഞു കൊടുത്തേ. കൃഷ്ണകുമാറിനെ വാളുകൊണ്ട് വെട്ടുന്ന സീന. ആൾക്കാർ എന്നെ പറയും ആ കൊച്ചൊന്നും കഴിപ്പിക്കുന്നില്ല. എനിക്ക് ഈ അമ്മു എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനതാ എന്നോട് എല്ലാവരും ചോദിക്കും ശരിക്കും അമ്മൂന്നാണോ? നമ്മൾ സാധാരണ എന്റെ അമ്മുകുട്ടി പ്ലീസ് അമ്മുകുട്ടി എന്നൊക്കെ നമ്മൾ കൊഞ്ചിക്കുന്ന ഒരു പേരാണ്. യു ഹാവ് ദാറ്റ് കൊഞ്ചൽ നേച്ചർ. ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പം സുരാജിന്റെ ഒരു സീനിന്റെ റഷ് ലാപ്ടോപ്പിൽ ഞാൻ വീണുപോയി, ഫ്ലാറ്റ് ആയിപ്പോയി. സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞാൽ അതുവരെ കോമഡി റോൾസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു റോളിലേക്ക് ചിന്തിക്കാൻ ഒരു ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും സാധിച്ചുവെങ്കിൽ ഐ വാസ് ഫാസിനേറ്റഡ്. എന്നോട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല ചേച്ചി? ഇല്ല, ഈ മോന് പോലും പറഞ്ഞിട്ടില്ല. ദുൽഖറിന് DQ എന്ന് എഴുതി കാണിച്ച അതിന്റെ മുമ്പേ പോയി നമസ്കാരം പറയും. അത്ര ഇഷ്ടമാണ്. ഇവളെ ഒരു സെക്കൻഡ് കാണാനില്ല. ഞാൻ പേടിച്ചു ഈ കുട്ടി ഇത് എവിടെ പോയി. വെച്ചാൽ അവളും ന്യൂ ആണല്ലോ ഇങ്ങോട്ട് വന്നിട്ട് തിരക്കും. ഞാൻ നോക്കിയപ്പോ DQനെ എന്ത് അവർ എന്നോട് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ആൾക്കാരും, പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ളവര്. മുടിയൊക്കെ മുറിച്ചു കളഞ്ഞിപ്പോ ഭയങ്കര മോഡേൺ ആയിട്ടെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളവരുമുണ്ട്. ആൻഡ് സംബഡി വാസ് വാച്ചിങ് പ്രിവ്യൂ ഒരു തവണ തിരിഞ്ഞു വന്ന് നല്ല പൂര തെറി പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് തിരുവനന്തപുരം എന്ന രാജനഗരിക്ക് ഏറ്റവും ആദ്യം കലാതിലക പട്ടം നേടിക്കൊടുത്ത ഒരാൾ. പിന്നീട് സിനിമ, സീരിയൽ, ആങ്കറിങ്, നൃത്തം, നർത്തകിയായി അങ്ങനെ പല റോളുകളിൽ അഭിനയിച്ച ഒരാളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൺ. സോ ഐ ഡു ബിലീവ് ബിഹൈൻഡ് എവറി ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ വുമൺ ദർ ഇസ് എ സൈലന്റ് മാൻ. സോ ഇന്ന് എൻ്റെ കൂടെ ആ സൈലന്റ് മാനും ആ കലാതിലക പട്ടം നേടിക്കൊടുത്ത ആളുമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഹലോ ഡോക്ടർ ബിന്ദുജ മേനൻ ആൻഡ് രാജേഷ് കുമാർ. ഹായ് അമ്മുക്കുട്ടി. ഹലോ, ഞാൻ പറഞ്ഞത് ശരിയാണോ? The silent man behind your happy and ഞാൻ പറയില്ല. He's never silent. ഞങ്ങൾ കാണാത്തത് കൊണ്ട് ആ സൈലന്റ് എന്ന് ഞാൻ ചേർത്തത്. Probably, but I don't think he's a very silent man. പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വടിവൊത്ത ഭാഷയിൽ ക്ലിയർ ആയിട്ട് പറയാറുണ്ട്. He knows. പിന്നെ ഒരു ഗുണം ഐ വിൽ ടെൽ യു, സാധാരണ പല ഫീൽഡിലുള്ള സ്ത്രീകൾക്ക് ഈ ഒരുപാട് എന്താ പറയുക, പ്രത്യേകിച്ച് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി കുറേ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനത്തെ ഒരു പരിപാടിയും. ഹി വിൽ നെവർ ഇന്റർഫിയർ ഇൻ യുവർ പ്രൊഫഷൻ അറ്റ് ഓൾ. ആസ് ലോങ് ആസ് അദ്ദേഹത്തിനുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഇന്റർഫിയറൻസ് തന്നെ നമ്മളോട് ഇങ്ങനെ ഒന്നും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്നല്ലാതെ എന്റെ പ്രൊഫഷനിൽ ഒരു രീതിയിലും ഒരു സമയത്ത് പോലും ഇന്നല്ല ഫ്രം ഡേ 1 ഓൺവേർഡ്സ് അങ്ങനെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. I think I've been a critic. Okay, very good critic. Normally അങ്ങനെ പറയും. ദേഷ്യപ്പെടുന്നില്ല, പക്ഷെ കുറച്ചുകൂടെ അത് നന്നാക്കായിരുന്നു മോളു എന്ന് പറഞ്ഞിട്ട് ആ നമ്മുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോ നമുക്കൊരു ഞാൻ ചേട്ടൻ ബിഫോർ ലൈക്ക് ഹീസ് ഇൻ ടു ദ കോൺവെർസേഷൻ ചേട്ടനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? ഐ മീൻ തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവരും ചിലപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിൽ ബിന്ദുജ മേനോന്റെ ഹസ്ബൻഡിനെ പണ്ടെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഐ ഹോപ്പ് സോ ഫോട്ടോസിൽ ഇതൊക്കെ. ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. സോ താങ്ക് യു ചേട്ടാ ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ആൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർണസ്റ്റ് ആൻഡ് യങ്ങിന്റെ ഇന്തോനേഷ്യ കൺട്രി മാനേജിംഗ് പാർട്ട്ണർ ആണ് അല്ലേ? സോ ഞാൻ സത്യം പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, ഓക്കെ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് നോക്കി കണ്ട് സംസാരിക്കുന്നത് സച്ച് ഹൈ പ്രൊഫൈൽ എന്നുള്ള രീതിക്ക് പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വന്നപ്പോഴാണ് വെരി ഹംബിൾ പേഴ്സൺ. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ ടോ. ചേച്ചി പറയുന്നത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ചേച്ചിയുടെ ആദ്യത്തെ പെണ്ണ് കാണല് രാജേഷ് ചേട്ടനായിരുന്നു. ആദ്യത്തെ അവസാനത്തെ ആദ്യത്തെ അവസാനത്തെ. അതെ, അത് ആകെ ഒരെണ്ണേ ഉള്ളൂ.
ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇതുവരെയായിട്ട് നോക്കിയതും കണ്ടതും പിടിച്ചതും എല്ലാം ഒന്നേ. എന്താണ് ഈ ആദ്യത്തേതിൽ തന്നെ ഞാനിത് ഉറപ്പിച്ചു എന്ന് പറയാനുള്ള കാരണം? So the main reason was how he behaved. It was very very ഇപ്പൊ ഇരുത്തിക്കൊണ്ട് ചിലപ്പോൾ പുകഴ്ത്തുകയെന്ന് ഐ ഹാവ് ടോൾഡ് ഹിം ഓൾസോ. എനിക്കൊരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഡാൻസിനെയും പാട്ടിനെയും ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവരുത്. എനിക്കതൊരു ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഞാൻ എന്നെ എങ്ങനെ കൊണ്ടുപോകുന്നു അതേപോലെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നതാണ് എൻ്റെ ഡാൻസും പാട്ടും ഈവൻ സിനിമ അഭിനയവും ഒക്കെ. അപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നോ നീ നാളെ മുതൽ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ തകർന്ന് തരിപ്പണമായി പോകും. ഐ വാസ് വെരി അവെയർ അബൌട്ട് ദാറ്റ്. കാരണം ആ സമയം കൊണ്ട് ഞാൻ സിനിമ അങ്ങനെ വളരെ ഞാൻ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് കല്യാണം പറയുന്നത്. അപ്പൊ ഇദ്ദേഹം വന്നപ്പം വി സ്പോക്ക് ഫോർ എ വൈൽ. എന്നെ കണ്ടോണ്ട് എണീറ്റു. അപ്പൊ ഐ വാസ് ക്വൈറ്റ് ഒരു സ്ത്രീ റൂമിലേക്ക് വരുമ്പം അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ട് അത് പണ്ടൊക്കെ ആ കാലത്ത് സോ റെസ്പെക്ട്ഫുൾ. അത് പറയാതെ പറ്റൂല. ഇറ്റ്സ് വെരി റെസ്പെക്ട്ഫുൾ ടു നോട്ട് ടു ലേഡീസ്, ടു ജനറൽ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ അത് എന്നെ ഭയങ്കരമായിട്ട് ഐ ഫെൽറ്റ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. രണ്ടാമത് എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ അച്ഛനും ബ്രദറും ഒന്നും ആ സമയത്തൊന്നും ഒട്ടും ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് ലിറ്റിൽ കൺസേൺ. അയ്യോ എനിക്ക് ഇപ്പം ലൊക്കേഷനിൽ തന്നെ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ തന്നെ സ്മോക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ തല അവരുടെ വീട്ടില് അയ്യോ പാവം ഭാര്യ ആ കുട്ടി അങ്ങനെയൊക്കെ പോകും എൻ്റെ മനസ്സ്. ആൻഡ് ഐ ഗോ ടു ദം ആൻഡ് സേ ചേട്ടാ പ്ലീസ് ചേട്ടാ വലിക്കല്ലേ ചേട്ടാ, കുറച്ച് കൊണ്ടുവരണം, നല്ലതല്ലല്ലോ എന്നൊക്കെ ഞാൻ അന്നേ ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോഴേ ഇതൊക്കെ പറയും. സോ ഐ വാസ് ലിറ്ററലി കൺസേൺഡ്. അയ്യോ ഇത് ആ കഥ ഞാൻ പിന്നെ പറയാം. അപ്പം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ രണ്ടാമത്തെ പോയിന്റും വാസ് റെഡി. പിന്നെ ഐ വാസ് എബൌട്ട് ടു ടെൽ ഹിം ഞാൻ എൻ്റെ അപ്പം ദ ഡയലോഗ് വാട്ട് ഹി സെഡ് അപ്പം ആ സമയത്ത് പറഞ്ഞത് വാട്ട് എവർ യു ആർ ഡൂയിങ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് യുവർ ലൈഫ് യു വിൽ ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ഇറ്റ്. യു വിൽ കണ്ടിന്യൂ ഫോർ എവർ. അപ്പം പല സമയത്തും ജീവിതത്തിൽ പലരും അതൊരു ഡയലോഗായിട്ട് മാത്രം ആണ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ താങ്ക്സ് ടു ഹിം ആൻഡ് ടു ദ ഫാമിലി ഓൾസോ ഒരു രീതിയിലും എനിക്കൊരു ഇൻ്റർഫിയറൻസ് ഒരു ലൈഫിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് എൻ്റെ പ്രൊഫഷണലി ഒരു കാര്യത്തിനും. അപ്പം ആ ഒരു ഡെഫിനറ്റ്ലി ആ ക്രെഡിറ്റ് ഞാൻ അദ്ദേഹത്തിന് തന്നെ കൊടുക്കേണ്ടി വരും. പെണ്ണ് കാണൽ സീനൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ നല്ലോണം ഓർമ്മയുണ്ട്. എന്തായിരുന്നു മീൻസ് നമ്മളിങ്ങനെ പറയില്ലേ ചേട്ടൻ കാണാൻ പോകുന്ന യു ന്യൂ ഇല്ല. ഇപ്പൊ ഞാൻ പലരും പറയുന്നത് കേട്ടോ ചിലർക്ക് ഐഡിയ ഇല്ല ഞാനൊരു സിനിമാ നടിയാണെന്ന്. പല മീൻസ് എനിക്ക് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് ഐ ന്യൂ ബട്ട് അത്രയും ഇൻവോൾവ്, അത്രയും സീരിയസ്, അത്രയും പാഷനേറ്റ് ആണെന്ന് എനിക്ക് ഐ ഡിഡ്ന്റ് നോ. അറിയില്ലായിരുന്നു. I don't think ഞാൻ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. കാണുന്നതിന് മുമ്പ്, അതായത് മോളിനെ കാണാൻ പോകുന്നതിന് 2 ദിവസം മുമ്പെയാണ് മമ്മി സ്ത്രീ സീരിയൽ കാണിച്ചിട്ട് പറഞ്ഞത് ഈ കുട്ടീനെയാണ് കാണാൻ. കൃഷ്ണകുമാറിനെ വാളുകൊണ്ട് വെട്ടുന്ന സീന. അത് വൺ ഓഫ് ദ ഏറ്റവും ഒരു പേരും പ്രശസ്തിയും എല്ലാം സീരിയലിന് ഉൾപ്പെടെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ പോയിന്റും കൂടി ആയിരുന്നു. പ്ലസ് ഭയങ്കര എല്ലാവർക്കും ഇവൻ എൻ്റെ ഒരു ഫ്രണ്ടിന് എന്താ പറയുക അവർക്ക് ഷീ വാസ് പ്രഗ്നന്റ് അറ്റ് ദാറ്റ് ടൈം. അത് ലാപ്സായി പോയ പോലും ഉണ്ടായിട്ടുണ്ട്. അത്രയും ഒരു ഓൾമോസ്റ്റ് എ ഡേ പതുക്കെ ഷൂട്ട് ചെയ്ത ഒരു സംഭവമാണ്. അത് അത്ര നന്നായിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചു എത്രയോ സീൻസില് ആ സീൻ കണ്ടിട്ടാണ് ഞാൻ കാണാൻ. ആ സീൻ ആദ്യമേ കണ്ടതുകൊണ്ട് പിന്നെ സമാധാനായി. പിന്നെ അങ്ങനെ സീൻ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ മുൻകരുതൽ എടുത്ത് ഒരു രീതിയിൽ ഞാൻ ആലോചിച്ച ഓക്കെ എന്റെ ഒരു വാളുണ്ടെന്ന് മനസ്സിലായി. അതെ ഓക്കെ. ആൻഡ് ഞാൻ ചേച്ചിയോട് ചോദിച്ചു വാട്ട് മെയ്ഡ് യു ലൈക്ക് ഹിം എന്നുള്ളത്. ചേട്ടൻ എന്തായിരുന്നു? എനിക്ക് ഐ ഹാഡ് എ ഫ്രെയിം. എനിക്ക് മനസ്സിലൊരു ഫ്രെയിം ഉണ്ടായിരുന്നു. ഈ ഫ്രെയിമിൽ അതായത് മുടി അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ജനറൽ റൈറ്റ്. കാണാൻ ഇങ്ങനെ ആയിരിക്കണം, നല്ല ലോങ് ഹെയർ ആയിരിക്കണം, പിന്നെ ഹമ്പിൾ ആയിരിക്കണം, സംസാരിക്കും ഷി ഷുഡ് ബി വാട്ട് യു കോൾ വെരി കാഷ്വൽ, അധികം ഫോർമൽ ആവാതെ. സോ ഐ തിങ്ക് അതെല്ലാം കണ്ടപ്പോൾ തന്നെ അച്ഛനമ്മയും ഉണ്ടായിരുന്നു കൂടെ കാണാൻ പോയ സമയത്ത്. നമ്മൾ ഒരു ഓൾമോസ്റ്റ് 1.5 hours സംസാരിച്ചു ജസ്റ്റ് ബോത്ത് ഓഫ് us. അത് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ കാണിച്ചു, അപ്പം ഞാനിങ്ങനെ കാണിച്ചു.
മൂവിയിൽ ചേച്ചി തിരിച്ചു വന്നതിനെ പറ്റിയിട്ടാണ് എനിക്കറിയാം. ആൻഡ് നൗ നമ്മളിപ്പോ ഇത്ര തന്നെ സംസാരിച്ചെന്ന് പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരു റോള് വരുവാണെങ്കിൽ ചെയ്താൽ ഇല്ല. അങ്ങനെയല്ലടാ. ഇപ്പം ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്കുള്ള ഡിഫറൻസ് ഞാൻ പറയാം. ഞാൻ ഈ ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് എനിക്കുള്ളത് കൊണ്ട് ഒന്നും കൂടുതലും കുറവും അല്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്. അന്നേ ഞാൻ വളരെ സീനിയർ റോൾസ് ഒക്കെ ചെയ്യാൻ റെഡിയായിരുന്നു. അതായത് വെൻ ഐ വാസ് എ ഹീറോയിനായിട്ട് അഭിനയിച്ച സമയത്തും ഇപ്പുറത്തെ സീരിയലിൽ ഞാൻ വയസ്സായിട്ടൊരു റോളും ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ റോൾസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഞാൻ എങ്ങനെ എക്യൂപ്പ് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പം എനിക്ക് ഇങ്ങനെ ഒരു റോള് വന്നപ്പം കുറേ നാളിന് ശേഷം ഒരു ഗ്യാപ്പ് കഴിഞ്ഞ്, ലോങ് ഗ്യാപ്പ് കഴിഞ്ഞ് എന്നെ ഷൈനാണ് വിളിക്കുന്നത് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. താങ്ക് യു. എനിക്ക് സ്ട്രോ വെച്ചിരിക്കുന്ന വിധം ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. സോ ഞാൻ ഷൈൻ വിളിച്ചപ്പം ഞാൻ ചുമ്മാ ഇതേത് ഷൈന് അപ്പോൾ പറഞ്ഞു 1983 അല്ലേ സിനിമയുടെ. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ നിവിനെ മറ്റേ തട്ടത്തിൻ മറയത്തിനേക്കാളും എനിക്ക് ഇത്ര യങ് ആക്ടർ ഇത്ര ഒരു സീനിയർ റോളിലൂടെ എനിക്ക് ഭയങ്കര, ഈവൻ ആലിയ ഭട്ടിൻ്റെ ആ കാര്യത്തിലൊക്കെ ഞാൻ അവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. അപ്പം പറഞ്ഞു ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഒരു റോളുണ്ട് ചെയ്യാമോ എന്ന്. അപ്പം ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട്. അപ്പം ഒരു കുട്ടിയുടെ അമ്മയെന്ന് പറഞ്ഞപ്പം ഞാൻ വളരെ വളരെ മെലിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നി ചിലപ്പോൾ ഞാൻ ആപ്റ്റ് ആയില്ലെങ്കിലോ. അല്ലാതെ എനിക്ക് വയസ്സ് ഒരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നില്ല, അതല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം, ഷൈൻ എന്നെ ഒന്ന് കാണും, എന്നിട്ട് ഷൈൻ ഡിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഷൈൻ അവിടെ വന്ന്, ഞാൻ ഷൂട്ടിംഗ് നടക്കുകയാണ്, ഏതോ ഒരു കോടതിയുടെ എന്തൊക്കെയോ സീൻസ് നടക്കുകയാണ്. ഞാൻ അവിടെ വന്നു, കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഷൈൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് നടക്കുന്നു, ഞാനവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ എന്തിനാ പോയെന്ന് വെച്ചാൽ, ഇഫ് ഷൈൻ ഫീൽസ് മൈ ബോഡി ഈസ് നോട്ട് ഇനഫ് ടു ഡു ദാറ്റ് റോൾ. ഷൈൻ പറഞ്ഞു ചേച്ചി നമ്മൾ ചെയ്യല്ലേ. ഞാനിങ്ങനെ ഷൈനെ നോക്കി, ഷൈനൊന്നും സെയിം ടൈം നിവിനും പറഞ്ഞു ചേച്ചി പ്ലീസ് ഇത്. അപ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയത്, നമ്മളൊരു ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പം ഒരുപാട് സീൻസും പാട്ടും അതൊക്കെ ഉണ്ടാവും. 2 സീനിൽ ഞാൻ എന്ത് ചെയ്യാനാ എന്നെനിക്ക് തോന്നി. അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ കൂടെ പോയിരുന്നു. അപ്പോൾ അപ്പൊ എനിക്ക് തോന്നി ഇത്രയും ചെറിയൊരു റോള് ഞാൻ ചെയ്യണോ? കാരണം അന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ്ലി എല്ലാ റോൾസ് കിട്ടുന്നവർക്കും എക്സെപ്റ്റ് ഫോർ ദ ഹീറോയിൻ പാർട്സ് എല്ലാവർക്കും 1 സീന് 2 സീന് അങ്ങനെ ആയിരുന്നു. ആ ചേഞ്ച് എനിക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുത്തു. മലയാള സിനിമയിലെ ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് ചേഞ്ച്. അപ്പം ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു നിവിൻ എന്താ തോന്നുന്നു. അപ്പം നിവിൻ പറഞ്ഞു ചേച്ചി ഷുവറായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ കൺവിൻസ്ഡ് അല്ല, ഓണസ്റ്റ്ലി ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പം സുരാജിൻ്റെ ഒരു സീനിൻ്റെ റഷ് ലാപ്ടോപ്പിൽ ഞാൻ വീണുപോയി, ഫ്ലാറ്റ് ആയിപ്പോയി. ഞാൻ ആ സീൻ കണ്ടിട്ട് എൻ്റെ ഭഗവാനെ, ഇങ്ങനെ ഒരു ആക്ടർക്ക് ചെയ്യാനുള്ളൊരു സ്കോപ്പ്, അതായത് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞാൽ അതുവരെ കോമഡി റോൾസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു റോളിലേക്ക് ചിന്തിക്കാൻ ഒരു ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും സാധിച്ചുവെങ്കിൽ ഐ വാസ് ഫാസിനേറ്റഡ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അപ്പം തന്നെ സുരാജിനെ വിളിച്ചു. അധികം സുരാജിനെ എനിക്ക് അറിഞ്ഞൊന്നുമില്ല, പക്ഷെ ഐ വാസ് സോ എക്സൈറ്റഡ് ടു സീ ഹിസ് ചേഞ്ച്. ഇപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ മലേഷ്യയിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നമ്മുടെ ആക്ടേഴ്സിനെ ഒരു ഹോർഡിങ്സിലോ ഒരു ബോർഡിലൊക്കെ കാണുമ്പോൾ ഐ ഫീൽ വെരി വെരി പ്രൗഡ് ഓഫ് ദെം. ആ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് പരിചയമുള്ളവരാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഷെയർ ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഹണി റോസിൻ്റെ ഒക്കെ ഞാൻ പടം കാണുമ്പോൾ ഞാൻ ഹണി ഉഗ്രം പടം കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ടെക്സ്റ്റോ എന്തെങ്കിലും അങ്ങനത്തെ ക്ലോസ് അല്ലടാ. പക്ഷെ ഞാൻ പറയുന്നത് ഐ ഫീൽ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് ദെം. വേറൊരു രാജ്യത്ത് നമ്മുടെ കുട്ടികള് അതിപ്പോ നമ്മളൊരു ചേച്ചി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ ഫീൽ നമ്മുടെ കുട്ടികളും ഇപ്പൊ മീര ജാസ്മിൻ്റെ ഒക്കെ ഞാൻ ചെന്നൈയിൽ ഒരു ദിവസം കണ്ടപ്പം ഞാൻ അവരോട് പറഞ്ഞു ഐ റിയലി ഫീൽ ഹാപ്പി ഫോർ യു വാട്ട് യു ഹവ് ഡൺ യുവർ റോൾസ്. അതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പുറത്ത് നിൽക്കുമ്പോഴാണ് അവരുടെ റോൾസ് അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്രയൊന്നും മനസ്സിലാവില്ല. യു ആർ ഓൾസോ ജെല്ലിങ് വിത്ത് ദെം, റൈറ്റ്? അപ്പോൾ അങ്ങനെ എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ സുരാജിനെ വിളിച്ച്, സുരാജ് ഞെട്ടിപ്പോയി ഇവരെവിടുന്ന് കണ്ടു. കാരണം എനിക്ക് പറഞ്ഞാൽ അത് ഒരു 4-5 ഡേയ്സിന് മുമ്പാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവരിത് ഇവിടുന്ന് കണ്ടു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു സുരാജ്, ഐ എം ഗോയിങ് ടു ആക്സെപ്റ്റ് ദിസ്.
I don't know what is just because how the director and the scriptwriter has ഒരു ടോട്ടൽ ചേഞ്ച് ആണ് ആ ക്യാരക്ടർ. അങ്ങനെ ഒരു ഡയറക്ടർ എന്നെ മോശമാക്കില്ല എന്ന് എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ പെട്ടെന്ന് പറയാം, രണ്ടുപേരുടെ മുന്നിലും എന്റെ മുന്നിൽ മീൻസ് എനിക്ക് അങ്ങനെ I want you to start so that we will also അല്ല ഇത്രയും നല്ലൊരു സാധനം നല്ലൊരു സാധനം വന്നിരുന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ അല്ല പ്രേക്ഷകര് വിചാരിക്കും നിങ്ങൾ കഴിക്കാൻ വന്ന ആൾക്കാർ എന്നെ പറയും ആ കൊച്ചൊന്നും കഴിപ്പിക്കുന്നില്ല രണ്ടുപേരും. Why don't you also have one? അപ്പൊ ഇത് സോൾട്ടിന്റെ സിഗ്നേച്ചർ ഡിഷ് ആണ്. Very nice കേട്ടോ, നല്ല സ്പൈസി ആയിട്ട് and it is really good with a tinge of orange flavor. നന്നായിട്ടുണ്ട്, കൊള്ളാം, സൂപ്പർ. എനിക്ക് ഈ അമ്മു എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനതാ എന്നോട് എല്ലാവരും ചോദിക്കും ശരിക്കും അമ്മു എന്നാണോ, ഞാനിപ്പോ ഒഫീഷ്യലി അമ്മു എന്ന് ചേച്ചിയോട് ആദ്യമേ പറഞ്ഞത്. അല്ല നമ്മൾ സാധാരണ എന്റെ അമ്മുകുട്ടി പ്ലീസ് അമ്മുകുട്ടി എന്നൊക്കെ നമ്മൾ കൊഞ്ചിക്കുന്ന ഒരു പേരാണ്. And then you have that കൊഞ്ചൽ nature, I guess so. Yeah, you have. എന്റെ ഹസ്ബൻഡിനൊക്കെ ഒരു രക്ഷയില്ല, അമ്മൂന്ന് വിളിച്ചല്ലേ പറ്റുള്ളൂ ഓർത്തിട്ടാണ് പുള്ളിയൊക്കെ. അതിനകത്ത് ഞങ്ങളും നേഹയ്ക്ക് പേരിടുമ്പോ ഐ റിമെമ്പർ യു ഹാഡ് അനദർ നെയിം അല്ലേ, ശിഖ. അപ്പം we were confused. അപ്പം ഞങ്ങൾ വിളിച്ചു നോക്കരുത് നേഹ ശിഖ ഏത് വിളിച്ച മോന് പറയായിരുന്നു നേഹ എന്ന് വിളിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്നേഹം വരുന്നുണ്ട്, അത് എന്ന് പറഞ്ഞിട്ടാണ്. നേഹയുടെ ഒരു റീസൺ ഇതും കൂടി ഉണ്ടായിരുന്നു. വി ഡിഡ്ന്റ് വാണ്ട് ദ നെയിം ടു ബി ഫർദർ ബ്രോക്കൺ. അതായത് ഈ വലിയ പേര് ചെറുതാക്കൂല്ലോ ആൾക്കാരെ വിളിക്കുമ്പോ ആൾക്കാര് ചെറുതാക്കും. ശ്രീലക്ഷ്മി, പക്ഷെ അതിലും ബ്രേക്ക് ചെയ്തിട്ട് നെക്സ് എന്നൊക്കെ വിളിക്കുന്നവരുണ്ട് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ. അവര് ഫ്രണ്ട്സ് തമ്മില്, വി കോൾ ഹർ നേഹ. ബാക്കി ഇപ്പം കൊച്ചിയില് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങളല്ല, ഞങ്ങൾ പല സമയത്ത് ഒരുമിച്ച് വളരെ അപൂർവമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നപ്പോ ഞങ്ങൾക്ക് കിട്ടി. ബിക്കോസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു 15 ദിവസം ഉണ്ടെങ്കിൽ he will join last 2 days അങ്ങനെയൊക്കെ. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല എന്നല്ല ഉദ്ദേശിച്ചത്, 2 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെ ഡേ വന്നു പോയി. Mine is never a pleasure trip to India. Never. എന്റെയും വർക്ക് വൈസ് എന്തെങ്കിലും അത് മാറ്റി വെച്ചിട്ടല്ല ഇവിടെ എനിക്ക് വർക്ക് നോ റീസൺ, വർക്ക് വൈസ് റീസൺ ഇല്ല. ഉണ്ടെങ്കിൽ മേ ബി ബാംഗ്ലൂർ. പക്ഷെ ഇവന്റെ ഓഫീസും സെറ്റപ്പ് ഇവിടെ ഉണ്ട്, ഇൻഫോ പാർക്കിലുണ്ട്. സോ ഇന്നിപ്പോ നമ്മള് ക്രോസ് ചെയ്ത് വരുമ്പോ എന്നോട് ചോദിച്ചു ഇവിടെ ട്രാൻസ്ഫർ കിട്ടൂലേ? അത് നല്ലൊരു ചോദ്യമാണല്ലോ, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടുമോ? ആയിട്ടില്ല, കുറച്ചു കാലം കൂടി ഞാൻ ജക്കാർത്തയിൽ അദ്ദേഹം പോയിട്ട് ഒരു കൊല്ലം 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ വരുമ്പം ഞാൻ നോക്കുമ്പോ രാജേഷൻ എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ല. ബാഡ്മിന്റൺ ഗ്രൂപ്പ്, സ്വിമ്മിംഗ് ഗ്രൂപ്പ്, പിന്നെ ഗ്രൂപ്പ് റണ്ണിങ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, സിംഗിങ് ഗ്രൂപ്പ്. ഭയങ്കര VIP സിംഗർ കേട്ടോ. അയ്യോ ഭയങ്കര പറയാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു കേട്ടോ ചേട്ടാ പോകുന്നേക്ക് മുന്നേ. ഓക്കെ ചേച്ചി പാടുമെന്ന് എനിക്കറിയാം. ഞാൻ പാടിയില്ലെങ്കിലും ഞാൻ ശരിക്കും പറയാ അവിടെ ചെന്ന് നമ്മളൊന്നും പാടാനൊന്നും ആരും ചോദിക്കും കൂടെ ഇല്ല. രാജേഷ് പ്ലീസ് കമ്മ, രാജേഷ് പ്ലീസ് യു ഹാവ് ടു ബി ദേർ, യു നോ. ഇങ്ങനെ നമുക്കങ്ങ് ചിലപ്പോ അങ്ങനെ ഹൈലി ഓൺ ഡിമാൻഡ് സിംഗർ ആണെന്നല്ലേ. And he loves to. അതും പറയണം, ഞാൻ വേറൊരു കാര്യം പറയാതെ പറ്റൂല, എന്നെക്കാളും പാട്ട് ഇഷ്ടമുള്ള ആളാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു സാധനം പാടാൻ എന്തെങ്കിലും കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ, അപ്പം പെട്ടെന്ന് ഓർമ്മിക്കുന്നത് മോഹം കൊണ്ടു ഞാൻ ദൂരെ, ഇങ്ങനെ 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 ഈ ബീറ്റിലാണ് അത് പോകുന്നത്. അപ്പൊ ആദ്യമൊക്കെ മോനൂന് അത് വരൂലായിരുന്നു. അവസാനം എനിക്ക് മടുത്ത് മോഹം മോഹം ഇതിങ്ങനെ അവസാനം ഞാൻ ഒന്നും ഉണ്ടായിരിക്കും മോനെ മതി മോനെ കിട്ടി എന്നുവെച്ചാൽ ഇത് എവിടെയോ പാടണം. ആ കിട്ടുന്ന വരയ്ക്കുമുള്ള എഫേർട്സ് ഉണ്ട്. ഞാൻ ചിലപ്പോ നേഹടുത്ത് പറയും നേഹ നമ്മളൊക്കെ നാണിച്ച് തല താഴ്ത്തണം, അത്ര എഫേർട്സ് ഇടുന്നത്. അത്രയും എഫേർട്സ് ഇടും. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കൂട്ടം ചോദിക്കട്ടെ, ചേച്ചി മുന്നേ പറഞ്ഞു യാ വെരി ഹാൻസം സംവൺ വാസ് ആസ്കിങ് യു എന്തോ നമ്മള് സലോണിന്റെ കഥയൊക്കെ നമ്മള് ക്യാമറ ആരും ചേട്ടനോട് പറഞ്ഞില്ല ഇതുവരെ മൂവിയിൽ അഭിനയിക്കുന്നുണ്ടോ ബിന്ദു ചേട്ടൻ ഭർത്താവിനെ? അല്ല പക്ഷെ അവിടെ ഉള്ളവരുടെ ധാരണ ഈസ് ആൻ ആക്ടർ. അല്ല
നോട്ട് മൈ കപ്പ് ഓഫ് ഐ മീൻ അവിടെ ഉള്ളവര് അവരുടെ വിചാരം ഇപ്പൊ ഞാൻ ആക്ട്രസ് ആണെന്ന് പറഞ്ഞാൽ അവര് ഉടനെ വിചാരിക്കുന്നു ഓ ഹീസ് ഓൾസോ ഇൻ ദ സെയിം അങ്ങനെ ഫീൽഡ് അങ്ങനെ വന്നതാണ്, അങ്ങനെ കല്യാണം കഴിച്ചതാണ്. അങ്ങനെ കല്യാണം കഴിച്ചത് വിചാരിക്കുന്നത് അതുണ്ടല്ലോ ചേച്ചി, അന്ന് സാധാരണ മീൻസ് അധികവും ആക്ടേഴ്സ് തമ്മിലുള്ള മാരേജസ് വരെ യു ചൂസ് സംവൺ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ബിക്കോസ് ആ സമയത്ത് വെൻ ഇപ്പൊ നമ്മള് വേറൊരു എന്താ പറയാ വേറൊരു ആളെ ചിന്തിക്കേണ്ട സമയത്ത് ഐ വാസ് വെരി മച്ച് കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ വർക്ക്. ഐ ഫെൽറ്റ് ആഫ്റ്റർ സോ ലോങ് ഇയേഴ്സ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം മോള് എന്നോട് അമ്മ ചോദിച്ച മാതിരി ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്ത് ഞാൻ അങ്ങനെ ആലോചിക്കാത്ത ഞാൻ. പക്ഷെ അറ്റ് ദാറ്റ് മൂമെന്റ് ഐ വാസ് ബിക്കോസ് ഐ വാസ് thoroughly enjoying the different characters. അങ്ങനെ എപ്പോഴാണ് ആലോചിച്ചത്? ആലോചിച്ചു ഉടക്കി കഴിഞ്ഞു. അല്ലല്ല അങ്ങനെയല്ല മോനു, നമ്മള് കൊറേ അല്ല ഐ മീൻ മോന് കൊള്ളൂല്ലാത്തോണ്ട് ആലോചിച്ചൊന്നല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമ്മൾ കൊറേ കഴിയുമ്പോ ആലോചിക്കുമല്ലോ. ഐ മീൻ എന്താ ഒരേ ഫീൽഡിലുള്ള ഇപ്പൊ ചില ഡോക്ടേഴ്സ് ഒരുമിച്ചുള്ളവരെ കാണും, അല്ലെങ്കിൽ ഇപ്പൊ മോനുന്റെ ഓഫീസിൽ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് നമ്മൾ അങ്ങനെ ആലോചിക്കാത്ത നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പം സംഹൗ ഐ മിസ്ഡ് ദാറ്റ്. ഇപ്പൊ എന്റെ കോളേജ് ആണെങ്കിലും സ്കൂളാണെങ്കിലും എല്ലാം ഗേൾസും വിമൻസ് കോളേജ് അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് വേറൊരു സ്കോപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് പറയാറുണ്ട്, ഇപ്പം വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളൊക്കെ അമ്മ ഒരു വെരി പോപ്പുലർ ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് അമ്മയെ ക്ഷണിക്കാനായിട്ട് ടീച്ചർ അതിങ്ങനെ ഞങ്ങൾ ദുബായിൽ പ്രോഗ്രാമിന് പോയപ്പം അവിടെ വെച്ച് എൻ്റെ പെർഫോമൻസ് കണ്ട് അവരിഷ്ടപ്പെട്ട് വന്നു, എന്നോട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നോട് ആരും ഐ ലവ് യു പറഞ്ഞിട്ടില്ല. ഇല്ല, ഈ മോന് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോ നീ ചെറുപ്പത്തിലെ ചേച്ചിക്ക് ഒരു ഫെയിം വന്നതുകൊണ്ട് somehow I felt I was very എന്റെ ഒരു നോട്ടമൊക്കെ ഇച്ചിരി പ്രശ്നമാണെന്ന് എന്റെ മകള് പറയാറുണ്ട്. അമ്മ ഒരു നോട്ടം നോക്കിയാ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇനി അതുകൊണ്ടാണ് അപ്രോച്ചബിൾ അല്ല എന്ന് തോന്നിയത് കൊണ്ടാണോ അല്ലെങ്കിൽ ഐ ലവ് യു ഒക്കെ ക്ലീഷയായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണോ ഫോർ സം റീസൺ. പക്ഷെ ഡെഫിനറ്റ്ലി ഈ ചൈൽഡ്ഹുഡിലെ ചേച്ചിക്ക് ഒരു ഫെയിം വന്നിട്ടില്ല, ഈ കലാതിലകം ഫസ്റ്റ് ടൈം അങ്ങനെ വന്നിട്ടില്ല. ഹൗ ഡിഡ് യു മാനേജ് ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതിനൊരു വലിയ റീസൺ എന്റെ അമ്മയും അച്ഛനും തന്നെയാണ്. കാരണം ഒന്നിങ്ങനെ ഒരു കൊട്ട് തരും, കുറച്ചുപോലും ജാടയിടാൻ പറ്റില്ല. ഇല്ല ഒട്ടും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ. ബിക്കോസ് ഐ മീൻ മറ്റുള്ളവർക്ക് എന്ത് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഐ ഹാവ് ഫെൽറ്റ് എന്നെ എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഫോർ ഓൾ ഗുഡ് റീസൺസ്. കാരണം എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു മുള്ളു കുത്തിയാ തീരാവുന്ന ഡാൻസേ നമ്മുടെ കയ്യിലുള്ളൂ, ഒരു അഹങ്കാരം എന്ന് കാണിച്ചാൽ തൊണ്ടയുടെ പാട്ട് പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ബ്ലെസ്സിങ് ആണ്. ആ ബ്ലെസ്സിങ് നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാനുള്ള എഫേർട്സ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന്. ഇപ്പോഴത്തെ ഒരു പുതിയ ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെയൊക്കെ പറയും എനിക്ക് ഇവരെയാണ് കേട്ടോ ഇഷ്ടം, എനിക്ക് ഇന്നൊരു ആക്ടറിനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇന്നൊരു സിനിമ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചേട്ടനുണ്ടോ? എനിക്ക് ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഫഹദിന് ഇഷ്ടമാണ്. നിവിൻ ഇഷ്ടമാണ്. എനിക്ക് ദുൽഖറിന് ഇഷ്ടമാണ്. ദുൽഖറിനെ നേഹയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദുൽഖറിന് DQ എന്ന് എഴുതി കാണിച്ചാൽ അതിന്റെ മുമ്പേ പോയി നമസ്കാരം പറയും. അത്ര ഇഷ്ടമാണ്. ഞാൻ പറയുമ്പോ നമുക്ക് മമ്മൂക്കയോടൊക്കെ തോന്നുന്നു ആ വികാരമാണ് അടുത്ത ജനറേഷന്. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു കല്യാണത്തിന് എനിക്ക് തോന്നുന്നു സുരേഷന്റെ മോളുടെ നമ്മുടെ ഭാഗ്യയുടെ കല്യാണത്തിന് ഇവളെ ഒരു സെക്കൻഡ് കാണാനില്ല. ഞാൻ പേടിച്ചു ഈ കുട്ടി ഇത് എവിടെ പോയി എന്ന് വെച്ചാൽ അവളും ന്യൂ ആണല്ലോ ഇങ്ങോട്ട് വന്നിട്ട് തിരക്കും. ഞാൻ നോക്കിയപ്പോ DQനെ എന്തൊരു എക്സൈറ്റ്മെന്റ്. I mean, I feel really happy for that. You guys have it. Yeah, sure. Especially thank you so much. Thank you. Just have a sip. ഞാൻ ഇന്ത്യ ഇടയിൽ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഴയ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ മൂവി ഫീൽഡുമായിട്ട്. ആൻഡ് ചേച്ചി യു ആർ ലക്കി അല്ലേ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്മുടെ ഞാനൊക്കെ ഇങ്ങനെ ഓർക്കും തിലകൻ സാറിനെയൊക്കെ ഒന്ന് കാണാൻ എവിടെയെങ്കിലും പറ്റുക, ശ്രീവിദ്യ അമ്മ എല്ലാവരും ആയിക്കോട്ടെ, ഓരോരോ ആക്ടേഴ്സ് പല പല ആൾക്കാരുമായിട്ട്, അവരെല്ലാവരും ഇല്ല എന്നാലും ഉണ്ടായിരുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റും ഒരു ക്ലോസ് ടച്ച് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാവരുമായിട്ട് എനിക്ക് ഒരു ഹൈ ബൈ കോണ്ടാക്ട് എപ്പോഴും ഉണ്ട്. ബിക്കോസ് they are very so nice to me. ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമ ഇപ്പൊ പവിത്രം തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഐ വാസ് ദി ഓൺലി ന്യൂ കമർ, ബാക്കി എല്ലാം ലെജൻസാ. അപ്പം അവരെന്നെ ചേർത്ത് പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ മോഹൻലാലാണ് എന്ന് പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ പടത്തിനും ഗുണമില്ല എനിക്കും ഗുണമില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട്,
അവരത്രയും എത്രയോ വർഷം എനിക്കൊക്കെ മുമ്പ് ജനിച്ചപ്പോൾ മുതൽ അവരിത് ചെയ്യുന്നു. ഇപ്പം ലളിത ചേച്ചിയൊക്കെ നാടകത്തിൻ്റെ എത്ര തട്ടകം കഴിഞ്ഞിട്ട് തിലകൻ ചേട്ടൻ, മുരളിയേട്ടനൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതിൻ്റെ വാല്യൂ അത്രയും പ്രൈസ്ലെസ് ആണ് അവർ ചെയ്യുന്ന കാര്യം എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ കൂടെ വരുന്നവരെ അത് ആര് തന്നെ ആയിരുന്നാലും അവർ ചേർത്ത് നിർത്തി ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ നമ്മളെന്തോ വലിയ സംഭവമായിട്ട് നമ്മളെ വെറുതെ അവർ ഫീൽ ചെയ്യിപ്പിക്കും. ഇപ്പൊ ചേട്ടനൊക്കെ ഒരു തവണ പോലും ചേട്ടച്ചൻ നല്ല ഇപ്പോഴും ലാലേട്ടനെ വിളിക്കുന്ന അങ്ങനെ തന്നെയാ വിളിക്കുന്നത്. ചേട്ടച്ചന്റെ സ്വന്തം മീനാക്ഷി. ചേട്ടച്ചന്റെ സ്വന്തം മീനാക്ഷി തന്നെയാണ്. ചേട്ടനൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു പവർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ വേണമെങ്കിലും അവർക്ക് മാനമാടാം. ചേച്ചി അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ആദ്യം ചെന്ന പടനെ അതൊന്നും അറിയാതെ എന്താ സംഭവം അതൊന്നും പറയോ? ഞാൻ ഇന്ന് ഓർക്കാം, ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ബാവുവാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ അവിടെ ഇല്ല അങ്ങനത്തെ കറക്ഷൻ അല്ല. അയ്യോ അദ്ദേഹത്തിന്റെ അഭിനയത്തിലൊന്നും അങ്ങനെയൊന്നും അല്ല. ഇത് ഒരു ചുമ്മാ സംസാരിച്ച ശരിക്കും ഈ കമലദളം ചെയ്യേണ്ട സമയത്ത് ഹി ആസ്ക്ഡ് മീ ഇങ്ങനെ മോനിഷയുടെ റോള് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് പരീക്ഷ അങ്ങനെ എന്തൊക്കെ ആയിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ ഫസ്റ്റ് ചെന്ന ദിവസം തന്നെ പറഞ്ഞു ഞാൻ കമലദളത്തിനെ വിളിച്ചതാണ്, വന്നില്ല. അങ്ങനെ ചുമ്മാ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഹി ഹാവ് ട്രൈഡ് എ ലോട്ട്. അപ്പൊ അങ്ങനെയൊക്കെ തമാശയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടനടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു മുദ്രയുണ്ട്, അതായത് നമ്മൾ ഈ എന്തായാലും ഇപ്പം പറഞ്ഞു തരാനാണെങ്കിൽ കാന്തൻ നമ്മളൊരു കാമുകൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ നാഥൻ എന്നൊക്കെ പറയുന്ന ഒരു മുദ്രയാണ് ഇങ്ങനെ നമ്മൾ മൂന്നാട്ടത്തിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ കണ്ണോടുകൂടി ഇങ്ങനെ വന്ന് തിരിച്ച് അങ്ങനെയാണ് അതിൽ കാന്തൻ അല്ലെങ്കിൽ കാന്തൻ, കാമുകൻ, നാഥൻ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ കമലദളത്തിന്റെ പോസ്റ്റർ അടിച്ചു വന്നപ്പോ അത് തിരിഞ്ഞുപോയി, ഇങ്ങോട്ടായി പോയി. പോസ്റ്ററില് അതിന്റെ നെഗറ്റീവ് മിറർ ഇമേജ് ആയി പോയി. അപ്പം പോസ്റ്ററിൽ വരുമ്പോ എല്ലാം ലെഫ്റ്റിലേക്ക് വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ശരിയല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ. ഇല്ല എന്തുവെച്ചോ അത് കറക്റ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ അത് കറക്റ്റ് അല്ല. ഞങ്ങൾക്ക് അവസാനം ചർച്ച പോലെ അല്ല, പുസ്തകമൊന്നും അല്ല കേട്ടോ. അപ്പം അവസാനം അദ്ദേഹം എവിടേക്കോ വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് ഇതാണ്, ഇങ്ങനെയാണ് അത് മുദ്ര ഇങ്ങോട്ടായി പോയി. അപ്പം ശരിയാണ് സമ്മതിച്ചു. അതുപോലെ കിരീടം സിനിമയുടെ ചെങ്കോൽ അല്ലേ, ചെങ്കോൽ സിനിമ കാണാൻ ഈ പവിത്രത്തിന്റെ സമയത്തായിരുന്നു ചെങ്കോൽ സിനിമയുടെ റിലീസ്. ഐ ഗസ് ഞാൻ ആ സമയത്ത് ഇവിടത്തെ ഒരു തിയേറ്റർ, ഐ കാണ്ട് റിമെമ്പർ, ഏതോ ഒരു ഇങ്ങനെ കയറി പോണ ഒരു തിയേറ്റർ, പത്മ അല്ലെ, പത്മ തിയേറ്ററിൽ പ്രിവ്യൂ വെച്ചിരുന്നു. അപ്പൊ ഞാൻ, ലളിത ചേച്ചി, എൻ്റെ അമ്മ, ചേട്ടച്ചൻ, ആന്റണി ചേട്ടൻ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ 5 പേരെ കണ്ടേ ഉള്ളൂ തിയേറ്ററിൽ. അപ്പൊ പോയത് ഞങ്ങൾ ലൊക്കേഷനിലെ കാറിൽ ഞാനും അമ്മയും ലളിത ചേച്ചിയും കൂടെ പോയി. തിരിച്ചു വരുമ്പം ചേട്ടച്ചന് ഇറങ്ങാൻ വയ്യ. ചേട്ടന്റെ അന്ന് ഈ കാറൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഫാൻസിനെല്ലാം ചേട്ടന്റെ കാറൊക്കെ എല്ലാവർക്കും അറിയാം. അവസാനം എന്തായി, ഞാനും അമ്മയും ചേട്ടന്റെ കാറിലും അവര് ലൊക്കേഷൻ കാറിലും പോയി. അപ്പൊ ആ സിനിമ കാണുമ്പോൾ എൻ്റെ അടുത്ത് തൊട്ടടുത്തത് ഇതേമാതിരി ലളിത ചേച്ചി ഇരിക്കും. ലളിത ചേച്ചി ആഞ്ഞ് കരയുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കി, ചേച്ചി എന്തിനാ കരയണം? സിനിമയാണെന്ന് അറിയാം, ചേച്ചി എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്ത ആളാണ്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പം സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് ആക്ടേഴ്സ്, അതായത് ഈവൻ ആ റോൾ അഭിനയിച്ചവർക്ക് പോലും എവിടെയോ ഒരിടത്ത് നമ്മൾ മറന്നു പോവാണ് അതൊരു വേറൊരു ക്യാരക്ടറായിട്ട്. പക്ഷെ ശരിക്കും ലളിത ചേച്ചി കരച്ചിലായിരുന്നു. കാരണം ലാസ്റ്റ് മരിക്കേ എന്തുവാണല്ലോ അതിന്റെ ക്ലൈമാക്സ്. അവസാനം കൂട്ടക്കരച്ചിലായിരുന്നു ഞങ്ങള് 3 പേരും. ചേട്ടൻ എവിടെയോ ഫ്രണ്ടിലിരുന്ന്. ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. അതൊക്കെ ഒരു വിത്ത് ദ മാസ്റ്റർ ഹിംസെൽഫ് അത് കാണാനുള്ള ഒരു നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് മീൻസ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ചോദിക്കാം, So it's so lovely to know that you are still calling him ചേട്ടച്ചൻ എന്നുള്ളതല്ലേ അന്ന് തൊട്ടേ. അതിപ്പം നമ്മൾ അമ്മ അച്ഛൻ എന്നൊക്കെ വിളിച്ചു പോകുന്ന പോലെ ദാറ്റ്സ് ഹൗ ഫ്രം ഡേ 1 ഞാൻ അദ്ദേഹത്തിന് അങ്ങനെയാണ്. ഞാൻ ചിലപ്പോൾ ട്രൈ ചെയ്യും, അതൊരു ക്യാരക്ടർ നെയിം അല്ലേ എന്ന്. പക്ഷെ സംഹാവ് ഞാനിപ്പോൾ എൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിച്ച് ഇന്ന് മുതൽ വിമല എന്ന് വിളിക്കാന്ന് പറ്റാത്തത് പോലെയുള്ളൊരു എനിക്ക് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ഇല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പവിത്രത്തിന്റെ ശ്രീരാഗമോ പാട്ടും അല്ലെങ്കിൽ ചേട്ടച്ചനോട് ദേഷ്യപ്പെടുന്ന സീൻസും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ വരുന്നുണ്ട് ആ ഒരു സിനിമ. അത് കാരണം മീനാക്ഷിയും ചേട്ടച്ചനും ഒരിക്കലും ആരുടെ മൈൻഡിൽ നിന്ന് പോയില്ല ഒരു കാലത്തും എന്നുള്ളത്. അതിന്റെ ചെറിയൊരു ഡിഫിക്കൽട്ടി എന്താന്ന് പറഞ്ഞാൽ, മോസ്റ്റ് പ്രോബ്ലി ഇപ്പം നമ്മള് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ
വയസ്സായിട്ടുള്ളവരുടെ തോന്നൽ എനിക്ക് ഇപ്പോഴും 15 വയസ്സെന്നാണ്. അപ്പൊ സത്യമായിട്ട് ചിലപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുമായിട്ടുണ്ട്. കാരണം അവര് വിചാരിക്കുന്ന മീനാക്ഷിക്ക് നിറച്ച് മുടിയുണ്ട്, അവർ എന്നോട് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ളവര്. മുടിയൊക്കെ മുറിച്ചു കളഞ്ഞപ്പോ ഭയങ്കര മോഡേൺ ആയിട്ടെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളവരുമുണ്ട്. ആൻഡ് സംബഡി വാസ് വാച്ചിങ് പ്രിവ്യൂ ഒരു തവണ തിരിഞ്ഞു നിന്ന് നല്ല പൂരത്തെറി പറഞ്ഞിട്ടുണ്ട് ആ മുടി വെട്ടുന്ന ആ സീനില്. ചേട്ടന്റെ ഭാര്യയുടെ കൂടെ പോയി ഇന്നും അത് കാതി കേൾക്കും ചില സമയത്ത്. പക്ഷെ ഇറ്റ് വാസ് നൈസ് ഡൂയിങ് സച്ച് കൈൻഡ് ഓഫ് മൂവീസ്. അങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്. Inji, my meal partner.